ഹലോ, എൻ്റെ പേര് സാമുവൽ യോഹന്നാൻ. ഞാൻ ഡാളസിൽ നിന്ന് വരുന്നു. ഈ നാട് കൊട്ടാരക്കരയ്ക്കടുത്ത് പനവേലി എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ്. മലയാള ഭാഷയോടും സാഹിത്യത്തോടും അതിയായ താല്പര്യം മൂലം അമേരിക്കയിൽ വന്നതിന് ശേഷവും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും താല്പര്യത്തോടുകൂടി പങ്കെടുക്കുന്നതിനും സാധിക്കുന്നുണ്ട്. മലയാള ഭാഷയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അത് വായിക്കുന്നതിനും പഠിക്കുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേരള ലിറ്റററി സൊസൈറ്റി ഓഫ് ഡാളസിലെ അതിൻ്റെ പ്രവർത്തനത്തിൽ ബന്ധപ്പെടുകയും ലാന ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റും ആയി സേവനം അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളി കുടിയേറ്റ സാഹിത്യ പരിപോഷണത്തിന് വേണ്ട എല്ലാ ശ്രമങ്ങളും ലാന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗവാക്കാകാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഹ്യൂസ്റ്റണിലെത്തി മലയാളം സൊസൈറ്റി, കേരള റൈറ്റേഴ്സ് ഫോറം, കേരള ലിറ്റററി സൊസൈറ്റി ഓഫ് ഡാളസ് ഒന്നിച്ചുള്ള ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ലാനയുടെ പ്രവർത്തനങ്ങളും മറ്റ് സാഹിത്യ സംഘടനകളുടെ പ്രവർത്തനങ്ങളും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാ പിന്തുണയ്ക്കും തീർച്ചയായിട്ടും നന്ദി കരയറ്റുകയും ചെയ്യുന്നു. സാറിന് ഡാളസിലുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. ഡാളസിൽ ഞങ്ങൾ കേരള ലിറ്റററി സൊസൈറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. എല്ലാ മാസവും ലിറ്റററി സൊസൈറ്റിയുടെ ഒരു സാഹിത്യ സമ്മേളനം നടത്തുകയും അതുപോലെ തന്നെ വാർഷിക മീറ്റിങ്ങുകളും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിലുമുള്ള മലയാള സാഹിത്യ പ്രേമികളെ ഉൾക്കൊള്ളിച്ചുള്ള സാഹിത്യ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ലിറ്റററി സൊസൈറ്റി. അതിന് ഭാഗമാക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ലാനയിൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 10 വർഷത്തിലധികമായ ലാനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദ്വൈവാർഷിക സമ്മേളനത്തിൽ വെച്ച് ലാനയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോൾ ലാനയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ലാന അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ മലയാള ഭാഷയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച കുടിയേറ്റ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ലാന. കൂടെയുള്ള ആളെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ കേരള ലിറ്റററി സൊസൈറ്റിയുടെ ഡാളസിലുള്ള സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ബാജി ഓടംവേലിയാണ്. ബാജി ഓടംവേലി ലാനയുടെ മെമ്പറാണ്. ലാനയുടെ പ്രവർത്തനങ്ങളിലെല്ലാം സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ബാജിയെ പോലെ ഒരു എഴുത്തുകാരനെ കേരള ലിറ്റററി സൊസൈറ്റിക്ക് കിട്ടിയതിൽ ലാനയ്ക്ക് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. ബാജി, നമസ്കാരം. എൻ്റെ പേര് ബാജി ഓടംവേലി. ഞാൻ ഡാളസിൽ നിന്ന് ലാനയുടെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ്. ഇവിടെ വന്ന നല്ലൊരു അനുഭവമായിരുന്നു. കുറേയധികം പുതിയ എഴുത്തുകാരെയും വായനക്കാരെയും പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ഇവിടെ വന്നവരൊക്കെ നിറഞ്ഞ മനസ്സുമായിട്ടാണ് പോകുന്നത്. കുറേയധികം നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനായിട്ട് സാധിച്ചു. ലാനയോട് ചേർന്ന് കേരള ലിറ്റററി സൊസൈറ്റി ഡാലസിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ മാസവും മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. നാട്ടിൽ നിന്നും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മീറ്റിങ്ങുകൾ നടക്കുന്നത്. എഴുത്തിനെയും വായനയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. വായനയെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് പ്രവർത്തനം മുൻപോട്ട് പോകുന്നു. ഞങ്ങളുടെ ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. ലാനയുമായിട്ട് ചേർന്ന എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ വർഷം ഒരു പുതിയ പുസ്തകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ തന്നെയുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പുകളൊക്കെയും നൽകിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ പുറകോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ തലമുറയ്ക്ക് മലയാളം പഠിപ്പിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും അധ്യാപകർ നിലയിലും നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും മലയാളം പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഇപ്പോൾ 6 വർഷമായി. ഇതിനു മുമ്പ് ബഹ്റൈനിലായിരുന്നു ദീർഘവർഷക്കാലം. 20 വർഷക്കാലം ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിരുന്നു. എൻ്റെ നാട്ടിലെ കോഴഞ്ചേരിയാണ്. കോഴഞ്ചേരിയിൽ നിന്ന് ബോംബെ വഴി ഡൽഹി വഴിയാണ് ബഹ്റൈനിലെത്തിയത്. ബഹ്റൈനിൽ നല്ല പ്രവർത്തനമായിരുന്നു. ആ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഡാളസിൽ വന്ന സമയത്തോട്ട് തന്നെ KLS-ഉമായിട്ടും ലാനയുമായിട്ടും ചേർന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ഒരു ചെറിയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊരു ആഗ്രഹമുണ്ട്. അത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് സജീവമായി ചെയ്യുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇനി ബാക്കി സംസാരിക്കുന്നത് ലാനയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജു ജോൺ. താങ്ക് യു. ലാനയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നമ്മൾ ഹ്യൂസ്റ്റണിൽ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഹ്യൂസ്റ്റണിലെ വളരെ വിശിഷ്ടരായ നിരവധി എഴുത്തുകാരുണ്ട്. അവരെ കാണുവാനും അവരെ പരിചയപ്പെടുവാനും അവരുമായിട്ട് സംവദിക്കുവാനും കിട്ടിയ ഈ അവസരം
വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ വിനിയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം. ഡാലസ് അധികം അകലെയല്ല. ഡാലസ് ഹ്യൂസ്റ്റണുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന പട്ടണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എഴുത്തുകാരും ഇവിടുത്തെ വായനക്കാരും സാഹിത്യ തൽപരരായ ആൾക്കാരും കൂടുതലും ഇനി ഡാലസുമായിട്ട് ബന്ധപ്പെടുകയും ഞങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ലാനയുടെ പ്രവർത്തനങ്ങൾ ഈ ഹ്യൂസ്റ്റൺ ടെക്സസിൻ്റെ ഏരിയ മുഴുവൻ കവർ ചെയ്യാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഇപ്പോൾ 20 വർഷമാകുന്നു. 7 വർഷത്തോളം ഞാൻ സൗത്ത് കരോലിനായിരുന്നു. സൗത്ത് കരോലിനയിൽ നിന്നാണ് ഡാലസിലേക്ക് മൂവ് ചെയ്ത് ഡാലസിൽ എത്തിയ പിന്നെയാണ് ഒരു മലയാളിത്വം അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റി എത്തിയത്. സൗത്ത് കരോലിന് അധികം മലയാളികൾ ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത്. ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടാനും ഇങ്ങനെയുള്ള സംഘടനകളായിട്ട് ഇടപെടാനും സംഘടനകളുമായിട്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. ഈയിടെ ലാനയുടെ ഒരു വലിയ സമ്മേളനം ഡാലസിൽ വെച്ച് കഴിഞ്ഞ വർഷമായിരുന്നു. ലാനയ്ക്ക് എല്ലാ 2 വർഷം കൂടുമ്പോഴും നാഷണൽ കൺവെൻഷനുണ്ട്. അതിൻ്റെ നാഷണൽ കൺവെൻഷൻ കഴിഞ്ഞത് ഡാലസിൽ വെച്ചായിരുന്നു. വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങായിരുന്നു അവിടെ നടന്നിരുന്നത്. ധാരാളം ആളുകൾ പങ്കെടുത്തു. ലാനയുടെ ഒട്ടുമിക്ക ആൾക്കാരും അതിൽ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടാതെ നാട്ടിൽ നിന്ന് വിശിഷ്ടരായ നിരവധി വ്യക്തികളുണ്ടായിരുന്നു. സുനിൽ പി ഇളയിടമായിരുന്നു പ്രധാനപ്പെട്ട അതിഥി. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ലാന സമ്മേളനത്തിന് വളരെയധികം മുതൽക്കൂട്ടായിരുന്നു. തീർച്ചയായിട്ടും മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് എന്നും ലാന ഒരു പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കുന്നു. മലയാള ഭാഷയെ ഹൃദയത്തോട് ചേർത്ത് വെക്കൂ. നാം വിട്ടുപോയ ഭൂമിയിൽ നിന്ന്, നമ്മൾ വിട്ടുപോയ കേരളത്തിൽ നിന്ന്, ഭാഷയിൽ നിന്ന് അമേരിക്കയിൽ എത്തിയിട്ടും ഭാഷയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പറ്റം പല ഭാഷാ സ്നേഹികളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ലാന. ഞാൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകം മോറിസ് മാനർ എന്ന് പറയുന്ന വളരെയധികം ആളുകൾ വായിച്ച ഒരു പുസ്തകമാണ്. ഒരു കഥാസമാഹാരമാണ്. കൂടാതെ കഴിഞ്ഞ ലാന സമ്മേളനത്തിൽ എൻ്റെ കോർമ്പൽ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും ഡിസ്കഷൻ വരുന്നുണ്ട്. എൻ്റെ ഒരു കഥാസമാഹാരം ബാജിയുടെ 25 കഥകൾ എന്നുള്ള കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മരിപ്പൊട്ടൽ എന്ന പേരിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2 കവിതാ സമാഹാരവും ഒരു കഥാസമാഹാരവും എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡാലസിലുള്ളവരാണെങ്കിൽ കേരള ലിറ്റററി സൊസൈറ്റിയുമായിട്ടും കാനഡയിലും അമേരിക്കയിലും ഉള്ളവരാണെങ്കിൽ ലാനയുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള അവസരമുണ്ട്. അതിനെപ്പറ്റി ഷാജു പറയും. ലാനയിലെ ബേസിക്കലി ലാന എന്ന് പറയുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും എഴുത്തും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ലാനയിൽ എല്ലാവരും ആ മെമ്പർഷിപ്പ് എടുക്കണമെന്നാണ് താല്പര്യം. മെമ്പർഷിപ്പിന് മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് ഞങ്ങളെ ലാന ഭാരവാഹികളുമായിട്ട് പ്രസിഡന്റോ സെക്രട്ടറി എല്ലാവരും ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടണം. വളരെ സ്നേഹത്തോടെ ഊഷ്മളമായി ഞങ്ങൾ സ്വീകരിക്കും എന്ന് അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ പറയാമോ? ലാനയുടെ വെബ്സൈറ്റ് lanalit.org എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലാനയെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങളുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേക ഫോം ഫില്ല് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ലാന മെമ്പർഷിപ്പിന് വേണ്ടി പരിഗണിക്കുന്നതായിരിക്കും. lanalit.org LANALIT.org. താങ്ക് യു സോ മച്ച്. സഹകരിച്ചതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു. ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഈശ്വരൻ കടാക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾക്കും അതേ തന്നെ തിരിച്ചു. താങ്ക് യു.